അതിഥി സൽക്കാരം കൂടിപ്പോയാൽ അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. പല വീടുകളിൽ ഈ സൽക്കാരം വളരെയേറെ കൂടിപ്പോകുന്നതായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് ഇത് നല്ല പ്രായമുള്ളവരിലാണ്. പഴയ പ്രായമുള്ളവർ അതിഥികളെ സൽക്കരിക്കുന്നത് അവർക്കൂടൊരു അസഹനീയമായ ഒരു അവസ്ഥയിലാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒരു വീട്, അവിടുത്തെ ഒരു അമ്മച്ചി അല്ലെങ്കിൽ അമ്മൂമ്മ, വല്യമ്മ, അങ്ങനെയൊക്കെ നമുക്ക് ഏത് വാക്കുകൾ വേണമെങ്കിലും പറയാം. ഈ അമ്മ എങ്ങനെയാണ് അതിഥികളെ സൽക്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 11 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ചായ, ഏത്തയ്ക്ക പുഴുങ്ങിയത്, മുട്ട, ഇതെല്ലാം കൂടെ കൊടുക്കുന്നു. അതിഥികൾക്ക് ഇതൊന്നും വേണ്ട. പക്ഷേ ഈ അമ്മയുടെ ഈ നിർബന്ധം കാരണം അവർ ഓരോന്നെടുത്ത് കഴിക്കും. മോനെ, കഴിക്കും മോളെ എന്ന് പറഞ്ഞ് വീണ്ടും അത് കഴിപ്പിക്കുന്നു. കറക്റ്റ് ഒരു 1:30 ആകുമ്പോഴും കുറേ ചോറ് വെക്കുന്നു. ചോറിന് 7-8 കൂട്ടം കറികൾ, മീൻ വറുത്തത്, മീൻ പൊരിച്ചത്, തോരൻ, അവിയൽ, അങ്ങനെ സാമ്പാർ, പരിപ്പ്, പച്ചടി, കിച്ചടി, കടുമാങ്ങ, ആകെ അങ്ങ് ബഹളം. ഒരു കല്യാണ സദ്യ ഒരുങ്ങുന്നത് പോലെ. അപ്പോൾ ഈ വീട്ടിലെ ഉടനെ അമ്മ മോളെ വിളിക്കുന്നു, മരുമോളെ വിളിക്കുന്നു. ഈ അതിഥിയെ അങ്ങ് സൽക്കരിക്കുക എന്നുള്ളത് ഈ അമ്മയുടെ ഒരു വളരെ വലിയൊരു ശീലമായിട്ട് വന്നിരിക്കും. ഇവർക്ക് 2 മണിയാകുമ്പോൾ ഇവർക്ക് വിശപ്പില്ല. 2 മണിക്ക് എങ്ങനെ ആഹാരം കഴിക്കും? ഈ അമ്മയുടെ നിർബന്ധം കാരണം ചിലപ്പോൾ കൊച്ചമ്മയായിരിക്കാം, വല്യമ്മയായിരിക്കാം, മാവിയായിരിക്കാം. അങ്ങനെ പല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട്, അടുത്ത ബന്ധം ഉള്ളതുകൊണ്ട് എന്തു ചെയ്യും? ഈ വരുന്ന വ്യക്തി ആഹാരം കഴിക്കാൻ നിർബന്ധിതനാകുന്നു വീണ്ടും. അങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ ഈ അമ്മ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ അമ്മ വിളമ്പി കൊടുക്കുന്നു. കഴിക്കുന്നതിന് 3 ഇരട്ടി ചോറ് വിളമ്പുന്നു, കറികളിടുന്നു, കൂട്ടാനെല്ലാം ഓരോ സൈഡിലിടുന്നു. കഴിക്കും മോനെ, കഴിക്കും മോളെ എന്ന് പറയുന്നു. ബലാത്കാരമായിട്ട് അവരെ കഴിപ്പിക്കുന്നു. അവർക്കാകെ വലിയ അസഹ്യമായ ഒരവസ്ഥയാണ്. ഒന്നും പറയാനുമില്ല. വേണ്ട അമ്മച്ചി, വേണ്ട അമ്മാമ്മ, വേണ്ട അമ്മ, വേണ്ട കൊച്ചമ്മ, ചിറ്റമ്മ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ കേൾക്കുന്നില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെ അവർ ശ്വാസം മുട്ടി ഇതെല്ലാം കഴിക്കുന്നു. പിന്നീട് അവർ ആ വീട്ടിലേക്ക് വരാൻ തയ്യാറാകുമോ? എന്ത് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ മറ്റൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിൽ പോയി. ഇയാൾക്ക് താറാമുട്ട ഇഷ്ടമല്ല. പെങ്ങള് അവിടെ നാടൻ താറാവിൻ്റെ മുട്ട കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. നട്ടുച്ച നേരത്ത് ഇയാൾ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. 2 മണിക്ക് ചെല്ലുന്നത്. നട്ടുച്ച സമയത്താണ്. ഉടൻ തന്നെ ഈ പെങ്ങളുടെ ഭർത്താവ്, അതായത് ഈ മനുഷ്യൻ്റെ അളിയൻ, കുറേ 2-3 താറാമുട്ട പുഴുകിക്കൊണ്ട് വന്നിട്ട് ഇയാളുടെ മുന്നിൽ കൊണ്ട് വെക്കുക. തിന്നേ പറ്റൂ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് തിന്നേ പറ്റൂ. അയാൾക്ക് താറാമുട്ട എന്ന് പറഞ്ഞാൽ ഛർദിൽ വരും. തിന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല ഇനി മേലാൽ. ഇതാ കിടക്കുന്നു. നിർബന്ധിച്ച് അയാൾ ഒരു മുട്ട കഴിച്ചപ്പോൾ വേണ്ട 2 എണ്ണം കഴിക്കണം. അപ്പോൾ ഇവർ തമ്മിൽ ഇച്ചിരി പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഈ മനുഷ്യൻ പിന്നീട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ആ അച്ചായൻ, ആ ചേട്ടൻ അവിടെ ഉള്ള കാലത്തോളവും ഞാനിനി അവിടെ കയറത്തില്ല. കാരണം ഇഷ്ടമില്ലാത്ത താറാമുട്ട നിർബന്ധിച്ച് കഴിച്ചു. മറ്റൊരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ബസ് കയറിയൊക്കെ പോയി 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വീട്ടിൽ പോവുകയാണ്. അടുത്ത ബന്ധുവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേന് ഈ കസിൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താവിനെ ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് വിട്ടിട്ട് 4 കിലോ മീൻ, 2 കിലോ ബീഫ്, 4 കിലോ ചിക്കൻ, പിന്നെ നാട്ടിൽ കണ്ട എല്ലാ പഴവർഗ്ഗങ്ങളും ഇങ്ങോട്ട് വാങ്ങിക്കുക. എല്ലാം കൂടെ നമ്മൾ പറയുന്നില്ല, വേവിച്ചൊരു പാചകം ചെയ്യാമെന്ന് പറയാം. ചെയ്തിട്ട് ഇതെല്ലാം കൂടെ അടിച്ചേൽപ്പിക്കുക. കഴിച്ചേ പറ്റൂ, മൊത്തം കഴിച്ചേ പറ്റൂ. ഈ ഭർത്താവിനെ അറിയാം ഈ ചെയ്യുന്നതൊരു പാവമാണ്. ഈ വരുന്ന അതിഥിക്ക് ഇത്രയൊന്നും വേണ്ട. അയാൾ ആഹാരപ്രിയനല്ല. അങ്ങേർക്ക് അത് മാത്രമല്ല, അങ്ങേർക്ക് വിശപ്പുമില്ല. ഉടൻ തന്നെ ഇയാൾ എന്തായാലും കസിൻ്റെ വീടാണല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടതാണല്ലോ, ഈ ആഹാരമെല്ലാം കുറച്ച് രുചി നോക്കിക്കഴിഞ്ഞ് ഉടൻ തന്നെ ഫ്രൂട്ട് സലാഡ് എല്ലാം കൂടെ ഉണ്ടാക്കി അവിടെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഈ ഒരു അവസ്ഥ, ഇത് വേണമോ? ഇത് ആവശ്യമാണോ? നമ്മൾ അതിഥികളെ മാന്യമായി അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വേണമോ വേണ്ടായോ എന്ന് ചോദിച്ച് വേണമെങ്കിൽ മാത്രം കൊടുക്കുക. അതല്ലേ മര്യാദ, അതല്ലേ നല്ലത്, അതല്ലേ സ്നേഹം. ആഹാരത്തിലൂടെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അതിഥികൾക്ക് വരുമ്പോഴൊന്നും കൊടുക്കരുത് എന്നൊരർത്ഥമല്ല ഞാൻ പറയുന്നത്.
അവർക്ക് ആവശ്യമുള്ള കാര്യം കൊടുത്താൽ പോരായോ? 2 മണിക്ക് വരുന്നവരോട് ചായ നിർബന്ധിച്ച് കുടിപ്പിക്കുക. ഇത് കേൾക്കുന്ന 40 വയസ്സിൽ താഴെയുള്ള പലർക്കും ഇതൊരു ഇമാജിനറി സ്റ്റോറിയായിട്ട് തോന്നിയേക്കാം. കാരണം ഇത് പഴയ ആൾക്കാരുടെ നന്മയാണ്. പുതിയ ആൾക്കാരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതെല്ലാം ഞാനീ പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാം എബോവ് 50 ആണ്. 50 വയസ്സിന് മുകളിലുള്ള ഒരു കഥയാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു നല്ല കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, അതിഥി സൽക്കാരത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ബർത്ത്ഡേയ്ക്കും വിവാഹ വാർഷികത്തിനുമൊക്കെ ഇങ്ങനൊരു സദ്യയൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പണ്ട് മുൻ വർഷങ്ങളിൽ, പഴയ കാലങ്ങളിൽ അതിഥികൾ, വീട്ടിൽ ബന്ധുമിത്രാദികൾ വന്നാൽ അവരെ അമിതമായി സൽക്കരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ അമിത സൽക്കാരം അതിഥികളെ മടുപ്പിക്കുകയാണ്, വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സ്നേഹത്തിലും കരുതലിനുമൊക്കെ അല്പം കുറവുണ്ടെങ്കിലും ഈ തലമുറയുടെ ഹോസ്പിറ്റാലിറ്റിയാണ്, അതിഥി സൽക്കാരമാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വരുന്ന അതിഥികൾക്ക് കാപ്പി വേണോ? വേണ്ട, ഓക്കെ. നാരങ്ങാ വെള്ളം വേണ്ട, എനിക്ക് ഗ്ലാസ് പച്ചവെള്ളം തരൂ, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം തരൂ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കൊടുക്കുന്നു. അതായിരിക്കും ഒരു പക്ഷേ ഈ വരുന്ന വ്യക്തിക്ക് സന്തോഷമെന്ന് എനിക്ക് തോന്നുന്നു. ബലാത്കാരമായിട്ട് ബന്ധത്തിൻ്റെയോ അടുത്ത ബന്ധത്തിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞ് വരുന്ന അതിഥികൾക്ക് ആഹാരം കൊടുത്ത് അവരെ ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥ, അത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി അത് നിർത്തണം. അത് വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അതിൻ്റെ റിസൾട്ട് വരുന്നത്. ചെറുപ്പകാലത്ത് ഞാൻ ചെയ്തൊരു കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ അമ്മച്ചിമാർ എന്ന് പറയുന്നത് പിതാവിൻ്റെയോ മാതാവിൻ്റെയേക്കാൾ പ്രായമുള്ളവരെ അമ്മച്ചി എന്നൊക്കെ വിളിക്കും, മറ്റുള്ളവരെ അമ്മാമ്മയെന്നൊക്കെ വിളിക്കും. ഈ സഹോദരിമാരെ ഒക്കെ അമ്മാമ്മ, മൂത്ത സഹോദരന്മാരെ അച്ചായൻ. അമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയും അമ്മച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അമ്മയുടെ ജ്യേഷ്ഠ സഹോദരിമാരെ, അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ ഒക്കെ അപ്പച്ചൻ അമ്മച്ചി എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ അവർ തമ്മിൽ പ്രായ വ്യത്യാസം വലുതായിട്ടൊന്നും കാണത്തില്ലെങ്കിലും. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മയുടെയോ അപ്പൻ്റെയോ ഒക്കെ റാങ്കിലുള്ള മാതാപിതാക്കന്മാരുടെ റാങ്കിലുള്ളവരൊക്കെ വന്ന് അടുത്ത സ്നേഹമുള്ളവരാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവർ പഴയ കാലത്താണല്ലോ ഒരു കുടയൊക്കെ പിടിച്ച്, അന്ന് ഈ മനുഷ്യൻ ബസ്സിലിറങ്ങി നടന്ന്, ഞാൻ പറയുന്നത് 40 വർഷം മുമ്പത്തെ കഥയാണ്. ബസ്സിലിറങ്ങി നടന്ന് കുട പിടിച്ച്, ഒന്നുകിൽ വേനൽക്കാലം അല്ല മഴക്കാലം, വീട്ടിൽ വരും. ഇപ്പോൾ ഒരു കുട കൈ കാണും, പിന്നെ പേഴ്സ് കാണും, ഇങ്ങനത്തെ കാര്യങ്ങൾ. ചില ചെരുപ്പുണ്ട്, മുറ്റത്ത് ചെരുപ്പിട്ടേക്കുന്നത്. ഇവർ പോകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കും. വീട്ടിൽ ചെന്നിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ്. ഇവരെ മാക്സിമം സമയം നമ്മുടെ കൂടെ പിടിച്ചിരുത്തി അവരുടെ സ്നേഹവും സാന്നിധ്യവും അനുഭവിക്കുക എന്നുള്ള ലക്ഷ്യമേ ഉള്ളൂ അന്നത്തെ കുട്ടികളായ ഞങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്ത് വളരെ മോശമായ ഒരു കാര്യമാണ്, എന്ത് നീചമായ ഒരു കാര്യമാണ്, എന്ത് മോശമായ ഒരു കാര്യമാണ് ഈ ചെയ്തത്. അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായി കാണും. വീട്ടിൽ ചെന്നിട്ട് വേണം പശുവിന് തീറ്റ കൊടുക്കാൻ, പൊടിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ നോക്കാൻ, അവരെ അമ്മയ്ക്കൊന്ന് കുളിക്കാൻ പോകാൻ, വൃദ്ധരായി കിടക്കുന്ന രോഗികൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സ നടത്താനൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ട വ്യക്തിയാണിത്. ഏതോ അത്യാവശ്യം ഓടി വന്നതാണ് വീട്ടിലേക്ക്. അവരെ പിടിച്ചു നിർത്തുക, ഇത് ഞാൻ ചെയ്ത ഒരു പഴയ ഒരു പാവമാണ്. ഈ അതിഥി സൽക്കാരം കൂടിപ്പോയ ഒരു ബിഷപ്പ് കൊടുത്ത മറുപടി, അതിന് ഞാൻ സാക്ഷിയാണ്. പള്ളിയിൽ ബിഷപ്പ് വന്നു. ബിഷപ്പിനെ സൽക്കരിക്കുക എന്നുള്ളത് പള്ളിക്കാരുടെ വലിയ, ഇത് ഒരു 40 വർഷം മുമ്പ് പഴക്കമുള്ളൊരു കഥയാണ്, ഇപ്പോഴത്തെ കഥയല്ല. ഈ ബിഷപ്പ് വരിക എന്നുള്ളത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. ബിഷപ്പുമാരുടെ എണ്ണം കുറവ്. വർഷത്തിൽ ഒരിക്കലെങ്ങാണ് ഒരു ബിഷപ്പ് വന്നെങ്കിലായി. അപ്പോൾ അന്ന് തിരുമേനിയെ വളരെയേറെ സൽക്കരിക്കുക, ഇടവകയിലെ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. തിരുമേനിക്ക് വട്ടം ചുറ്റി നിന്ന് ആഹാരങ്ങൾ കൊണ്ട് വെക്കാൻ പള്ളിയിലെ എല്ലാ അംഗങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. കയ്യൊക്കെയുള്ളവരൊക്കെ ആ ഡൈനിങ് റൂമിൽ ഇടിച്ച് കയറും. അപ്പം ഞാൻ കണ്ടൊരു സീൻ, ഞാൻ പള്ളിയിലെ ശുശ്രൂഷകനാണ്. അപ്പം ശുശ്രൂഷകനും ഈ ബിഷപ്പിനോടൊപ്പമോ അച്ഛന്മാർക്കൊപ്പമോ അല്പം ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കിട്ടുന്ന കാലഘട്ടം, പഴയ കാലം.
അച്ഛന്മാർക്കും തിരുമേനിമാർക്കും കൊടുക്കുന്ന ആഹാരം ഈ പള്ളിയിൽ അവരെ സഹായിക്കുന്ന ആൽത്താർ ബോയ്സിനും ഉണ്ട്. അതിപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പിന്നീട് അവർ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും 1 മണിക്കൂറൊക്കെ എടുക്കും. അതുകൊണ്ട് അവർക്കൂടെ ആഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിഷപ്പിന് നിരത്തിയിരിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക ഭാഷ തന്നെ ഉണ്ടായിരുന്നു. മേശ ഒരുക്കുക എന്നാണ് പറയുന്നത്. അതൊരു പഴയ ഒരു പ്രൗഢിയുള്ളൊരു വാക്കെന്നേ ഉള്ളൂ, വലിയ കഥയൊന്നുമില്ല. ആഹാരം കഴിക്കാനുള്ള മേശ ഒരുക്കുക. അപ്പം എന്തൊക്കെയാണ് വിളമ്പി വെക്കുന്നതെന്നറിയാമോ? ആ ഒരു വലിയ മേശ നിറയെ ആഹാരങ്ങൾ, സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരം കൂടാതെ പഴവർഗ്ഗങ്ങൾ 5-6 ഐറ്റം, ഈന്തപ്പഴം, കശുവണ്ടി. പഴയ കാലത്ത് ചിന്തയുണ്ടായിരുന്നു ഈ ബിഷപ്പിനും അച്ഛന്മാർക്കും ഈന്തപ്പഴവും കശുവണ്ടിയും കൊടുത്തില്ലേ മോശമാണെന്ന്. ഈന്തപ്പഴം, കശുവണ്ടി, ഞാലിപ്പൂവൻ, കൂമ്പില്ല കണ്ണൻ, പാളയം തോണ എന്ന് പറഞ്ഞാൽ ബിഷപ്പിന് ഏതാണോ ഇഷ്ടം ആ പഴം എടുത്ത് കഴിക്കുക. ഇങ്ങനെ വിഭവസമൃദ്ധമായ ഒരു 10-25 ഐറ്റം. ബിഷപ്പിൻ്റെ പ്രായം അറിയാമല്ലോ, 80 വയസ്സിന് മേളിലാണ്. പല പല രോഗങ്ങൾക്ക് ഉടമസ്ഥനാണ്. എല്ലാ രോഗങ്ങളുടെയും കൂടെ ഒരു മുതലാളിയും കൂടാണ്. അപ്പം തിരുമേനി വന്നിരുന്നു. എല്ലാവർക്കും വളരെ അടുത്തറിയാവുന്ന തിരുമേനിയാണ്. അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തിരുമേനി ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ എന്തോ 1-2 പച്ചടി എടുക്കുന്നു, എന്തോ ഒരു പഴവോ എന്താണ്ടൊക്കെ എടുക്കുന്നു, ഞാൻ ഓർക്കുന്നില്ല എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആഹാരത്തെ വലുതായിട്ടൊന്നും തൊടുന്നില്ല. അപ്പോൾ നമ്മുടെ ആതിഥേയർ എന്താ തിരുമേനി ഒന്നും എടുത്ത് കഴിക്കാത്തത്, ഞങ്ങൾ തന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ലയോ, അങ്ങനെ ഓരോ സ്നേഹത്തോടെ ഓരോ പരാതി രീതിയിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞ വരി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 40 വർഷം കഴിഞ്ഞെങ്കിലും നിങ്ങളെന്തുവാ എന്നെ കൊല്ലാനാണോ ആഗ്രഹിക്കുന്നത്? ഞാനങ്ങനെ ഉടനെ മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യക്ക് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് വേണ്ട, എൻ്റെ പ്രായം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര ആഹാരം കഴിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും? ഇതിലെ ഓരോന്നെടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്ത് സംഭവിക്കും? അതുകൊണ്ട് ഇനി ഞാൻ വരുമ്പോൾ എനിക്ക് വേണ്ട 2 ഐറ്റം അല്ലെ 3 ഐറ്റം എന്നാണ് തിരുമേനി എന്ന് പറയുകയും ചെയ്തു. ഈ കംപ്ലീറ്റ് ആഹാരം ആ മേശപ്പുറത്തിരുന്ന് 90% ആഹാരവും അദ്ദേഹം തൊട്ടില്ല. ഇതല്ലേ നമ്മൾ തിരിച്ചറിയണ്ടായ കാര്യങ്ങൾ. ഇതെന്ത് അതിഥി സൽക്കാരമായത്? സത്യത്തിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇപ്പോൾ കരുതുന്നത് തിരുമേനി ഇത് കണ്ട് ഇറിറ്റേറ്റഡായി കഴിക്കേണ്ടെന്ന് കരുതിയതായിരിക്കും. ഇത്രയും ആഹാരം നിരത്തി വെച്ച് കണ്ട് ഇറിറ്റേറ്റഡായി കാണും അദ്ദേഹം. അല്ലെങ്കിൽ ആ പ്രായത്തിന് 80 വയസ്സുള്ള ഒരാൾക്ക് എന്തുമാത്രം ആഹാരം കഴിക്കാൻ സാധിക്കും? അദ്ദേഹത്തിന് ആവശ്യമുള്ള 2 പഴവും 1 ജ്യൂസും കുറച്ച് വെജിറ്റബിൾസും കഴിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് സന്തോഷത്തോടെ പോയി. ഇത് പറയുമ്പോഴാണ് ഒരു കഥയും കൂടെ കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത്. അത് രസകരമായൊരു കഥയാണ്. അത് ഈ അടുത്ത കാലത്തുണ്ടായതാണ്. അതിന് വലിയ പഴക്കമൊന്നുമില്ല, 10-15 വർഷം പഴക്കമേ ഉള്ളൂ. ഇതുപോലെ സദ്യ വിളമ്പി വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഷപ്പ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇനിയും ഞാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും വസ്തുക്കൾ വേണ്ട, എനിക്ക് പുഴുക്കാ ഇഷ്ടം. കാച്ചിലോ ചേമ്പോ ചേനയോ പുഴുങ്ങിത്തരും, ഞാൻ സന്തോഷത്തോടെ കഴിച്ചോളാം. ഇത്രയും നിങ്ങൾ ഉണ്ടാക്കി എനിക്ക് വെച്ച് വേസ്റ്റ് ആക്കണ്ട. തിരുമേനി എല്ലാവരോടും പറഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയാം? ഈ പാവം തിരുമേനി എവിടെ പോയാലും പുഴുക്കോടെ പുഴുക്ക്. രാവിലെ പോയാലും പുഴുക്ക്, ഉച്ചയ്ക്ക് പള്ളിയിൽ ചെന്നാലും പുഴുക്ക്, വൈകിട്ട് ചെന്നാലും പുഴുക്ക്, അത്താഴവും പുഴുക്ക്. പുഴുക്ക് തിന്ന് 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 തിരുമേനി മടുത്തു എന്നാണ് തമാശയിലുള്ള പറച്ചിൽ. ഈ പുഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഏതെങ്കിലും ബോധമുള്ളവരൊന്നും നിർത്തണ്ടായോ? ഈ പുഴുക്ക് തിന്ന് അദ്ദേഹത്തെ വെറുപ്പിക്കണോ? ഒരിക്കലൊന്നൊരു അബദ്ധത്തിന് പറഞ്ഞു പോയി. പിന്നെ ഈ പള്ളിക്കാരെല്ലാം സ്നേഹം കാണിക്കുന്നത് ഈ പുഴുക്ക് കൂട്ടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടെങ്കിൽ മിണ്ടണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ആൾക്കാർ, വലിയ VIPs തൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരം വെളിപ്പെടുത്തിയാൽ പിന്നെ അത് മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വരും. അപ്പം ഈ പറഞ്ഞു വന്നതിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അതിഥികൾ വീട്ടിലെത്തുമ്പോൾ അവരുടെ ആവശ്യം അറിഞ്ഞ്
അവർക്ക് വേണ്ടത് മാത്രം, അവരെ നിർബന്ധിപ്പിച്ച് ആഹാരം തീറ്റല്ലേ ദയവ് ചെയ്ത്. പിന്നീട് ആ വീട്ടിൽ നമുക്ക് കയറാൻ തോന്നുകയില്ല. അവർക്ക് എന്താണോ വേണ്ടിയത്, ആതിഥേയത്വം നമുക്ക് വേണം. അത് നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ ചോദിക്കുക, അവർ ആഹാരം കൊടുക്കുക. ഉച്ചയ്ക്ക് വരുന്നെങ്കിൽ ആഹാരം കൊടുക്കുക. അവരുടെ വരവ് നമ്മുടെ വീട്ടിലുള്ളവർക്കൊരു തലവേദനയായി മാറ്റരുത്. അവർ നമ്മുടെ വീട്ടിലുള്ള ആഹാരം, അടുത്ത ബന്ധുക്കളാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആഹാരം എന്തോ അത് കഴിക്കാനായിരിക്കും അവർക്ക് കൂടുതൽ സന്തോഷം. അതല്ല, ഒരു അതിഥിയാണ് വരുന്നത്, വിശിഷ്ട അതിഥിയാണ് വരുന്നതെങ്കിൽ അവരുടെ ആഹാര രീതി തിരിച്ചറിഞ്ഞ്, അവരുടെ പ്രായം പരിഗണിച്ച്, അവരുടെ രോഗാവസ്ഥ പരിഗണിച്ച് അവർക്ക് ഉചിതമായ രീതിയിൽ മാത്രം, മിതമായ രീതിയിൽ മാത്രം ആഹാരം കൊടുക്കുന്നതായിരിക്കും ഒരു നല്ല ആതിഥേയ മര്യാദ എന്ന് എനിക്ക് തോന്നുന്നു.